ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി രണ്ട് കോമ്പിനേഷനാണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്യുന്നത്. കടലയും ബീട്രൂട്ടും കൊണ്ടുള്ള ഒരു ചെറിയ തോരനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടല തലേ ദിവസേ വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ഞാനൊരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി തന്നെ കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും ആ ഒരു ബീട്രൂട്ട് കട്ട് ചെയ്തതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബീട്രൂട്ടും സവാളയും ഒന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. സവാളയും ബീട്രൂട്ടും നന്നായി ഒന്ന് വാടിയ ശേഷം മാത്രം കടല ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം എണ്ണയിലിട്ട് നല്ല പോലെ ആ ഒരു ബീട്രൂട്ടും സവാളയും നമ്മൾ നന്നായി വാട്ടിയെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരിമുളകോ പച്ചമുളകോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എരിവിന് കാന്താരിമുളകാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന് കിട്ടുക. അങ്ങനെ നമ്മൾ ഉപ്പും കാന്താരിമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ആവി അടഞ്ഞ് നമ്മുടെ ആ ഒരു ബീട്രൂട്ടും സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ. ഇടയ്ക്ക് നമ്മൾ മൂടി ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബീട്രൂട്ട് നന്നായി വെന്ത ശേഷമാണ് നമ്മൾ കടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ബീട്രൂട്ടും സവാളയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ആ എണ്ണയിലിട്ട് കടലയും ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ ഒരു ബീട്രൂട്ടിൻ്റെയും സവാളയുടെയൊക്കെ കൂടെ ഒന്ന് യോജിക്കുന്നത് വരെ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രം മതി. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ജീരകമോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് തേങ്ങ ചിരകിയത് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചിരണ്ടി എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞെരടി എടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ഡയറക്റ്റ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയും മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് കടലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ ആൻഡ് വെറൈറ്റി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല യൂസ്ഫുൾ റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.